വന്യജീവി ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ തുടർച്ചയായി കൊല്ലപ്പെടുന്നതിന്റെ ആശങ്കയിലാണ് പീരുമേട് അരണക്കല്ലിലെ കർഷകരും തോട്ടം തൊഴിലാളികളും. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കടുവ ഒരു മാസത്തിനിടെ 7 കന്നുകാലികളെയാണ് കൊന്നത്. മൂന്നാറിൽ നിന്ന് പിടികൂടിയ കടുവയെയാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടത്. ഇത് പിന്നീട് അരണക്കല്ലിലെ ജനവാസ മേഖലയിൽ എത്തുകയായിരുന്നു. കടുവയെ പിടികൂടാൻ 3 കൂടുകൾ സ്ഥാപിച്ചിട്ടും ഫലമുണ്ടായില്ല. കൂടുവച്ച ശേഷവും കടുവ പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. ഈ പശുക്കളെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ അവർ ഉപജീവിതന്മാരാണ്. 500 രൂപ ശമ്പളമേ എസ്റ്റേറ്റിൽ കിട്ടുന്നുള്ളൂ. 500 രൂപ ശമ്പളം കിട്ടുന്ന 1 ലിറ്റർ പാൽ ഇവിടെ കൊടുത്താൽ ആകെ കിട്ടുന്നത് 50 രൂപയാണ്. അവരുടെ പിള്ളേർക്ക് ഒരു വണ്ടിക്കൂലി അല്ലെങ്കിൽ സ്കൂൾ ഫീസ് കൊടുക്കാനായിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ജനങ്ങളാകെ ഭീതിയിലാണ്. അരണക്കൽ മേഖലയിലെ തോട്ടം തൊഴിലാളികൾ ഉപജീവനത്തിനായി കന്നുകാലികളെയും വളർത്തുന്നവരാണ്. എന്നാൽ കടുവയുടെ ആക്രമണം മൂലം പശുക്കളെ മേയാൻ പോലും പുറത്തേക്ക് വിടാൻ ഇവർക്ക് ഭയമാണ്. ഞങ്ങൾ പശു കൊണ്ടാണ് ജീവിതം. നമുക്ക് ഇതുപോലെ എപ്പോഴും കടുവ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ജീവിതമാർഗം വേണ്ടേ? അതുകൊണ്ട് പെട്ടെന്ന് ഇത് ഒന്നും മാറ്റാനോ അല്ലാതെ പിടിക്കാനോ ഉള്ള സംവിധാനം ഉണ്ടാക്കണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ ഉപജീവനമാർഗമായ കന്നുകാലികൾ വന്യമൃഗങ്ങൾക്ക് ഇരകളാകുന്നതിന്റെ ആശങ്കയിലാണിവർ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.